മലയാള ചലച്ചിത്ര രംഗത്ത് 70കളിലെ ഏറ്റവും ഉജ്ജ്വലമായ ശബ്ദത്തിന്റെ ഉടമയാണ് ശ്രീ ബാലഗോപാലൻ തമ്പി. ബാലഗോപാലൻ തമ്പിയാണ് ഇന്ന് നമ്മുടെ അതിഥിയായിട്ട് എത്തിയിട്ടുള്ളത്. അങ്ങയുടെ തുടക്കം കേരള യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്ന സമയത്താണ്. കേരള യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്ന സമയത്ത് ഏറ്റവും അധികം ഗാനമേളയാണ് അങ്ങയെ ഏറ്റവും കൂടുതൽ ജനപ്രിയനാക്കിയത്. എങ്ങനെയായിരുന്നു തുടക്കം? തുടക്കം ശരിക്കും ഞാൻ സ്കൂളിൽ മുതലേ പഠിച്ചു തുടങ്ങി, പാട്ട് പഠിച്ചു തുടങ്ങി. ഹരിപ്പാട് നാരായണപിള്ള അദ്ദേഹം പിന്നെ ഫെസിലിറ്റി സ്കൂളിലാണ്, ഞാൻ ഫെസിലിറ്റി സ്കൂളിലാണ് പഠിച്ചത് എറണാകുളത്ത്. അപ്പൊ അദ്ദേഹം പിന്നെ ഓൾ ഇന്ത്യ റേഡിയോയിൽ പോയി. അപ്പോഴത്തേക്ക് അച്ഛൻ റിട്ടയർ ചെയ്തു. ട്രിവാൻഡ്രത്ത് ഞങ്ങൾ സെറ്റിലായി. ട്രിവാൻഡ്രത്താണ് ഞങ്ങളുടെ ബേസ് വീടൊക്കെ. അത് കഴിഞ്ഞ് ഞാൻ യൂണിവേഴ്സിറ്റി കോളേജ് ഗവൺമെന്റ് ആർട്സ് കോളേജിൽ ചേർന്നു. അവിടെ നിന്ന് ഞാൻ പാടില്ലായിരുന്നു, ഞാൻ കുറച്ച് ഇങ്ങനെ പിന്മാറി നിൽക്കുന്ന ഒരു സ്വഭാവക്കാരനാണ്. യൂണിവേഴ്സിറ്റി കോളേജ് ചെന്നപ്പോഴാണ് എൻ്റെ കൂടെ ഉള്ളവരൊക്കെ ഇങ്ങനെ ക്ലാസ് റൂമിലൊക്കെ ഇരുന്ന് പാടുന്ന കേട്ടിട്ട് എന്നെ ഉന്തി തള്ളി കോളേജ് ഫംഗ്ഷനൊക്കെ പാടിച്ച് അങ്ങനെ അങ്ങ് ഇതായി. അന്ന് പാടിയ ഏറ്റവും ഇഷ്ടമുള്ള ഒരു പാട്ട് ഏതായിരിക്കും? അന്ന് പാടിയത് ഓർമ്മകളെ ഓർമ്മകളെ കൈവള ചാർത്തി വരൂ വിമോഹമേ വേദി. ഈ പാട്ട് കേട്ടിട്ടുണ്ട്. ഇത്തിരി ആരാധികമാര് അങ്ങേക്കുണ്ടായിട്ട്. ഞാൻ അന്നത്തെ കാലം ഇപ്പോഴാണെങ്കിൽ കൂടുതൽ കേരള യൂണിവേഴ്സിറ്റിയില് ഇത്തിരിയേറെ ആ ഗാനമേള രംഗങ്ങൾ അന്ന് വളരെ ശ്രദ്ധേയമായിട്ടുണ്ട്. അപ്പൊ ആ തരത്തിൽ അത് അങ്ങേക്ക് വലിയൊരു കുട്ടികളുടെ ഇടയിൽ വലിയൊരു ശ്രദ്ധ പിടിച്ചു പറ്റാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. പക്ഷെ ആദ്യം പറഞ്ഞ വാക്ക് ഞാൻ അന്ന് അത് ശ്രദ്ധിച്ചിട്ടില്ല. ആരാധികമായിരുന്നു. നല്ല സ്റ്റുഡൻസിന്റെ ഇടയിലൊക്കെ നല്ല അഭിപ്രായവും ഇങ്ങനെയൊക്കെ വന്ന് പാടി. അന്ന് ഞാൻ കോളേജിൽ പഠിക്കുമ്പോൾ കൂടെ ഉണ്ടായിരുന്നവരാണ് ജി വേണുഗോപാൽ, എന്റെ ജൂനിയറാണ് വേണുഗോപാൽ. ശ്രീനിവാസ്, അന്ന് ശ്രീനിവാസൻ എന്നാണ് ഞങ്ങളൊക്കെ. പിന്നെ ഇപ്പൊ പാൻ ഇന്ത്യൻ സിംഗർ ആയല്ലോ ശ്രീനിവാസ്. പിന്നെ ടി.കെ. രാജീവ് കുമാർ. പിന്നെ ശ്രീനിവാസ് സൈക്കിളിൽ അങ്ങയുടെ വീട്ടിൽ വരുമെന്ന് കേട്ടിട്ടുണ്ട്. അതൊക്കെ പഴയ കാലം. സമയത്ത് വീട്ടിലിങ്ങനെ ഞങ്ങളെ ഫ്രണ്ട്സ് ആയിരുന്നല്ലോ. വൈകുന്നേരം ഞങ്ങൾ എപ്പോഴും ശനി ഞായറൊക്കെ കാണാറുണ്ട്. അത് കഴിഞ്ഞ് പുള്ളി ബോംബെയിലേക്ക് സെറ്റിലായി. അന്ന് പാടിയിരുന്ന ഒരു ഹിറ്റ് പാട്ട് അതായിരിക്കും ഈ ഓർമ്മകളെ എന്നതുപോലെ തന്നെ രവിവർമ്മ ചിത്രത്തിൻ പ്രതിഭാവമേ രഞ്ജിനി രാഗത്തിൻ രോമാഞ്ചമേ. അർജുനൻ മാഷിന്റെ ഒരു പാട്ട്, മുഴുവൻ ഓർക്കുന്നില്ല. അന്നത്തെ കാലത്ത് ചലച്ചിത്രത്തിലേക്ക് വന്നത് എന്റെ ഒരു ഫ്രണ്ട്, ഞങ്ങളുടെ ഈ പറഞ്ഞ എന്റെ സീനിയറായിട്ട് കോളേജ് യൂണിവേഴ്സിറ്റി കോളേജില്ല വേറെ കോളേജിൽ പഠിച്ച് ഞങ്ങളെ കോളേജിലെ എൻ്റെ ഒരു ഫ്രണ്ട് റൂഫസ് ഡാനിയൽ എന്ന് പറഞ്ഞൊരു, ഞങ്ങളായിരുന്നു ഇന്റിമേറ്റ് ഫ്രണ്ട്സ്. ഇപ്പോഴും 50 വർഷം ആയി. ഇപ്പൊ അത് കഴിഞ്ഞിട്ടും ഇപ്പോഴും ഞങ്ങൾ ആ ബന്ധം തുടർന്നുകൊണ്ട് പോവുകയാണ്. പുള്ളി വഴി പരിചയപ്പെട്ട ഒരു രതീഷ് കുമാർ, അങ്ങനെ പിന്നെ ഒരു മറ്റേ സിനിമയിലൊക്കെ ഒരു അസിസ്റ്റന്റ് ഡയറക്ടറൊക്കെ ആയിട്ടിരുന്നൊരു വേണുജി എന്ന് പറഞ്ഞ ഒരാളുണ്ട്. പുള്ളിയാണ് ഇങ്ങനെ എൻ്റെ പാട്ട് കേട്ടിട്ട് എന്നെ അവിടെ വരാൻ പറഞ്ഞ അങ്ങനെ പോയി. ഞാനും രതീഷ് കുമാർ റൂഫസ് ഡാനിയലിനെ കൂടി പോയി അവിടെ സെറ്റിലായി. ആദ്യം പാടിയത് ശരിക്കും പറഞ്ഞാൽ മഹാഭാഗ്യമാണ്. ആദ്യത്തെ പാട്ട് ഓർമ്മയിലുണ്ടല്ലോ? പാട്ട് ഓർമ്മയുണ്ട്. അത് ഒന്ന് പാടിയാലേ. രവീന്ദ്രൻ മാഷാണ്. രവീന്ദ്രൻ മാഷ ചൂള കഴിഞ്ഞിട്ട് ഒരു പാഠം കഴിഞ്ഞിട്ട് എങ്ങാണ്ട് രണ്ടാമത് പാതിരാ പക്ഷി എന്നപ്പോ കവിതകൾ വിളയും കാവുകൾ തേടിയെത്തുമൊരു പൂക്കാലം നിന്നുടലിൻ മൃദുതന്ത്രികളിൽ തഴുകി ഒഴുകും സുഖവാഹിനികൾ കവിതകൾ. ഇങ്ങനെ ഒരു സോളോ നല്ല പാട്ടാണ്. ഇപ്പോഴും യൂട്യൂബിലൊക്കെ ഉണ്ട് പാട്ട്. അത് കഴിഞ്ഞിട്ട് വളരെ ഇപ്പോ ഹൃദയത്തിൽ താലോലിക്കാൻ പറ്റുന്ന ഏത് ചലച്ചിത്രഗാനമാണ്? ചലച്ചിത്രഗാനം ഞാനങ്ങനെ ഒരുപാടൊന്നും പാടിയിട്ടില്ല. എങ്കിലും വളരെയധികം ശ്രദ്ധേയമായിട്ടുള്ള ചില പാട്ടുകളുണ്ടല്ലോ. നമുക്ക് ആസ്വദിക്കാൻ പറഞ്ഞ നല്ല മെലഡികൾ ഞാൻ കുറച്ച് പാടിയിട്ടുണ്ട്. കുറച്ചേ പാടിയിട്ടുണ്ട്. അതിലൊരു പാട്ട്, അതില് എനിക്കൊരു ഇതിനു മുമ്പ് ഒരു നഷ്ടം സംഭവിച്ചിട്ടുണ്ട്. ഈ കിരീടം എന്ന് പറഞ്ഞൊരു സിനിമ ഒരു സൂപ്പർ ഹിറ്റ് ആണല്ലോ. ഇപ്പൊ അതിന്റെ പുതിയ വെർഷനും വന്നു. അതിൽ ഞാനൊരു പാട്ട് പാടിയതാണ്. അത് ഫസ്റ്റ് സോങ് എന്റെ പാട്ടാണ് എടുത്തത്. മദ്രാസിൽ പ്രസാദ് സ്റ്റുഡിയോസിലായിരുന്നു. അത് കൈതപ്പുറം ജോൺസൺ, ഇങ്ങനെ ദിനേശ് പണിക്കർ അതിന്റെ പ്രൊഡ്യൂസർ, രണ്ട് പ്രൊഡ്യൂസേഴ്സ്, കൃഷ്ണകുമാറും ദിനേശ് പണിക്കരും. ദിനേശ് പണിക്കർ എന്റെ ക്ലാസ്മേറ്റ് ആണ്. 2ാം ക്ലാസ് മുതൽ ഞങ്ങൾ ഒന്നിച്ച്. ദിനേശാണ് എന്നെ മദ്രാസ് വരാൻ പറഞ്ഞ പാടിച്ചത്. പിന്നെ കിരീടം ഉണ്ണിയായിട്ട് വലിയ അടുപ്പം, ഇപ്പോഴും വലിയ അടുപ്പമാണ് ഞങ്ങൾ.
ദിനേശുമായിട്ടും വലിയ എപ്പോഴും ഞങ്ങൾ കോണ്ടാക്ട് ചെയ്യാറുണ്ട്. അങ്ങനെ അത് പാടി. അത് പക്ഷെ പടത്തിന്റെ ലെങ്ത് കൂടിപ്പോയി എന്നൊക്കെ പറഞ്ഞ് ആ പടത്തിൽ വന്നില്ല, ഒഴിവായി അല്ലേ? എങ്കിലും ആ പാട്ട് ശ്രദ്ധേയമാണല്ല. പാട്ട് അതൊന്ന് വന്ന് പാടാമോ? മേടപ്പൊന്നോടം കയ്യെത്തും നേടും കന്നി കൈ നീട്ടം പോലെ, ഇങ്ങനൊരു പാട്ട്, ഒരു സോളോ, നല്ലൊരു സോങ് ആണ്. ഈ കണ്ണീർപ്പൂവിന്റെ എടുക്കുന്നതിന് മുമ്പ് ഈ പാട്ട് റെക്കോർഡ് ചെയ്ത രണ്ടും ഒരു ദിവസമാണ്. രാവിലത്തെ ഷെഡ്യൂൾ ചെയ്തും ഒരു പക്ഷേ ഒഴിവാക്കപ്പെടാതിരുന്നുവെങ്കിൽ ആ ചലച്ചിത്രത്തിന്റെ തന്നെ ഒരു നല്ലൊരു ഗാനമായിട്ട് അത് മാറേണ്ടതാണ്. തീർച്ചയായും നല്ലൊരു സോങ് ആണ്. അതെ. അങ്ങനെ അതില് ദുഃഖമുണ്ടോ? ദുഃഖമേ ഉള്ളൂ. അല്ല, ഇങ്ങനെ ഒരു ഒഴിവാക്കലില് പിന്നെ ആർക്കായാലും ഉണ്ടാവും. പിന്നെ അതൊക്കെ മറക്കും നമ്മള്. കാര്യം നമുക്ക് ഉള്ളത് നമുക്ക് വരും. നമ്മൾ നമ്മൾ കുറച്ചു കാലം കഴിയുമ്പോഴത്തേക്കും നമുക്കത് ബോധ്യമാവും. ആർക്കും, ഈ ഞാനെന്നല്ല, ഏതൊരാൾക്കും നമുക്ക് വിധിച്ചിട്ടുള്ളത് നടക്കും. അപ്പൊ ആ ഒരു കാലഘട്ടത്തിലൊക്കെ അന്നൊക്കെ ഭയങ്കര വിഷമമായിരുന്നു. ആ സമയത്ത് പടത്തിൽ നിന്ന് ഈ പാട്ട് പിക്ചറൈസ് ചെയ്തപ്പോഴും ഞാൻ പോയി പിക്ചറൈസ് ചെയ്താണ് ഈ സോങ്. ശരി. അത് ഞാൻ പോയി ആ സമയത്തൊക്കെ ഞാനവിടെ ഷൂട്ടിങ്ങിനൊക്കെ പോകുമായിരുന്നു. അത് പടത്തിൽ നിന്ന് പോകുമ്പോൾ പക്ഷെ അത് ഒഴിവാക്കിയെങ്കിൽ അതിന്റെ ഒരു റെമ്യൂണറേഷൻ ഒന്നും പ്രതീക്ഷിച്ചല്ലോ. അല്ലെങ്കിൽ അത് കിട്ടിയിട്ടുണ്ടായിരുന്നോ? ഇല്ല. ഒന്നാമത് നമുക്ക് പ്രൊഡ്യൂസേഴ്സ് ഒക്കെ നമുക്ക് വേണ്ടപ്പെട്ടത്. അവര് നമ്മളെ ഇവിടുന്ന് കൊണ്ടുപോയി പാടിച്ച് അവിടെ നിന്ന് താമസിപ്പിച്ച് പാടിക്കുകയൊക്കെ ചെയ്യുന്നില്ല. അതിന് വലിയ കാര്യമല്ലേ അത്. നമ്മളത് ഈ സിനിമയിൽ അങ്ങനെ റെമ്യൂണറേഷൻ, അല്ലെങ്കിൽ ആ ഒരു സ്റ്റേജിൽ എത്തിയാലേ നമ്മളൊരു നല്ലൊരു ലെവലിൽ എത്തിക്കഴിഞ്ഞാൽ റെമ്യൂണറേഷനൊക്കെ താനേ വരും. നമ്മൾ അതൊന്നും പ്രതീക്ഷിച്ചല്ലോ. എങ്ങനെയെങ്കിലും രക്ഷപ്പെടുക ഈ ഇൻഡസ്ട്രിയിൽ എന്നുള്ള ഒരു ഇതാണ്. പിന്നീട് പാടിയ ഏറ്റവും പിന്നീടല്ല, നമ്മുടെ ദർശൻ രാമനെയൊക്കെ പറ്റി പറയുകയാണെങ്കിൽ നല്ല അപാര കഴിവുള്ളതാണ്. ഞാൻ ഈ ഇടയ്ക്ക് വേറൊരു ഇന്റർവ്യൂ, ഇതിന് അല്ലാതെ വേറൊരു ഇന്റർവ്യൂവിലും ഈ ചക്കരപ്പന്തൽ എന്ന് പറഞ്ഞ മാതൃഭൂമിയുടെ അതിലും ഞാൻ പറഞ്ഞിട്ടുണ്ട്, ദർശൻ രാമന്റെ ഒറ്റ പാട്ട് മതി നമുക്ക് ഓരോരുത്തരെ മനസ്സിലാക്കാൻ. ക്ലാസ്മേറ്റ് അല്ല, ഞങ്ങള് സമകാലികരാണെങ്കിൽ എന്നെക്കാൾ കുറച്ച് മൂത്താണ്, 1-2 വയസ്സ് മൂത്താണ്. ഞങ്ങളിങ്ങനെ തരംഗിണിയിൽ വെച്ച് ഗാനമേള പാടിയിട്ടുണ്ട്. ദർശൻ രാമന്റെ പ്രോഗ്രാം ഞാൻ പാടിയിട്ടുണ്ട്. പിന്നെ എന്നെ 3-4 പുള്ളിയുടെ പടത്തിൽ പാടിച്ചിട്ടുണ്ട്. ദർശൻ രാമന്റെ ഒറ്റ പാട്ട് മതി മലയാള സിനിമയിൽ, സ്വപ്നങ്ങളെ വീണുറങ്ങും. ആ ഒരൊറ്റ പാട്ട് മതി. പിന്നെ ദർശൻ രാമന്റെ ചേട്ടനുമായിട്ടും ഞാൻ ഇതിന് ശേഷം ഒരു പടം ബിച്ചുചേട്ടന് ഞാനുമൊക്കെ ആയിട്ട് വലിയ അടുപ്പായിരുന്നു. അതിനുശേഷം ഞങ്ങളുമായിട്ടും വലിയ അടുപ്പായിരുന്നു. ഞങ്ങളൊക്കെ ഞാൻ ഇതിന് ശേഷം ഒരു പടം പ്രൊഡ്യൂസ് ചെയ്തു, നെറ്റിപ്പട്ടം. അത് ഈ കിരീടം കഴിഞ്ഞിട്ടാണ്. ഹീറോ ആരായിരുന്നു അതിലെ? ശ്രീനിവാസൻ, ജഗദീഷ്, ജഗതി, ഒരുപാട് പേരുണ്ടായിരുന്നു. ഇങ്ങനെ അക്കാലത്തെ അതിന്റെ രേഖയായിരുന്നു നായിക. അതില് ബിച്ചുവേട്ടനാണ് പാട്ട് എഴുതിയത്. ജോൺസൺ ആണ് പാടിയത്. രണ്ടും ഞാൻ ഒരു സോളോയും ഒരു ഡ്യുവറ്റും. ഹരിയും ശ്രീയും വരമായി മഴവിൽ യാഴിൽ സ്വരമേകി, ഇങ്ങനെ ഒരു നല്ല മെലഡി പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റിയ അതിൽ തന്നെ. ഞാനും ഞാനീ പറഞ്ഞ 50 വർഷത്തെ പരിചയം എന്ന് പറയുന്ന റൂഫസ് ഡാനിയൽ ഉണ്ടല്ലോ, പുള്ളിയും ഞാനുമായിട്ടാണ് അത് പ്രൊഡ്യൂസ് ചെയ്തത്. അത് പടം അത്ര അങ്ങോട്ട് പോയില്ല, എന്നാലും പാട്ടൊക്കെ ഇപ്പോഴും എല്ലാവർക്കും ഒരു പാട്ട്. പിന്നത്തെ ഡ്യുവറ്റ് സോങ് ചിത്രയായിരുന്നു കൂടെ പാടിയത്. ചിത്രയുടെ കൂടെ പാടിയത്, റെക്കോർഡ് ചെയ്തു. ചലച്ചിത്ര രംഗത്ത് അല്ലെങ്കിൽ ഈ ഗാനത്തിന്റെ ലോകത്ത് നമ്മൾ പറയുമ്പോഴേക്കും പല പല നല്ല അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും. അതുപോലെ തന്നെ കിരീടത്തിൽ വന്നതുപോലെയുള്ള വിഷമങ്ങളും ഉണ്ടായിട്ടുണ്ട്. അപ്പൊ നല്ല അനുഭവങ്ങൾ എന്ത് പറയാനുണ്ടാവും? നല്ല അനുഭവം, ഈ കിരീടം കഴിഞ്ഞിട്ട് അവരൊരു കിരീടം ഉണ്ണി ഒരു പടം എടുത്തു. അതില് ദിനേശ് പണിക്കർ പാർട്ട്ണറല്ല, അവര് ഉണ്ണി മാത്രമായിട്ടാണ് എടുത്തത്. മാലയോഗം എന്ന് പറഞ്ഞ ആ പാട്ട് നല്ല പോപ്പുലറായി. അതിലും പക്ഷെ ടൈറ്റിൽ സോങ് ആയിട്ടാണ് അത് വന്നത്. പൂത്തുമ്പി പൂങ്കഴുത്തിൽ താലി കെട്ടണതാരാണ്, ഹിറ്റ് പാട്ടാണ്. അതിപ്പോഴും എല്ലാവരും കുറച്ച് വരി കൂടെ പാടാമോ? ഭൂമിയിൽ പട്ടും മാലയും നോക്കിയൊരുക്കണതാരാണ്, സദ്യയൊരുക്കി മേളമൊരുക്കി പന്തലിൽ വരുവതാര്. അങ്ങനെ അതൊരു ഫോക്ക് ടൈപ്പ്, ഒരു ഓണത്തിന്റെ പശ്ചാത്തലം അതിനുണ്ടല്ലേ? ഉണ്ട്. അതും ബിച്ചു തിരുമലാണ് എഴുതിയ, ബിച്ചുവേട്ടനാണ് എഴുതിയതെന്നാണ് എന്റെ ഒരു ഓർമ്മ. അത് കറക്റ്റ് അറിഞ്ഞൂടാ, അത് നോക്കിയാലേ അറിയാം. ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സന്തോഷം തന്ന ഒരു നിമിഷം പറയാമോ? സന്തോഷം, ഞാനങ്ങനെ ഒന്നിനോടും വലിയൊരു ക്രേസ് എനിക്ക് നമ്മുടെ ചെറുപ്പകാലത്തുണ്ടാവും, എല്ലാവർക്കും ഉണ്ടാവും പോലെ. പിന്നെ നമ്മുടെ ലൈഫ് പോകുന്നതിനനുസരിച്ച് നമുക്ക് അറിയാം, ഒരുപാട് സന്തോഷം ഉണ്ടാവാറില്ല. ഒന്നിനോടും അങ്ങനെ അമിതമായിട്ട്. എവിടെ എത്തി നിൽക്കുന്നു ജീവിതം?
ജീവിതം സുഖമായിട്ട് പോകുന്നു. പോകുന്നു. ആ, ഒരു അല്ലല്ലോ ഇല്ലാതെ അങ്ങനെ അങ്ങ് പോകുന്നു. പോയിക്കൊണ്ടിരിക്കുകയാണ്. കുറെ നല്ല ഫ്രണ്ട്സ് ഉണ്ട്. അതെ അതെ ഫ്രണ്ട്സാണ് നമ്മുടെ മെയിൻ. അതെ 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 അതെ. അന്നത്തെ എണ്ണാവുന്നവരെ ഉള്ളൂ. യൂണിവേഴ്സിറ്റിയിലെ അനുഭവങ്ങൾ എന്തെങ്കിലും പ്രത്യേകിച്ച് പറയാം? യൂണിവേഴ്സിറ്റിയിലെ ഇങ്ങനെ ഈ ഗാനരംഗത്തുള്ള അനുഭവങ്ങൾ. ഗാനരംഗം ഇങ്ങനെ മെയിൻ ആയിട്ട് പ്രോഗ്രാംസ് ആയിരുന്നു. അതായത് 70-കളാണ്. ബ്ലൂ ബേർഡ്സ് എന്ന് പറഞ്ഞൊരു ഓർക്കസ്ട്ര ഈ ടി.കെ. രാജീവ് കുമാർ തുടങ്ങി, അവരുടെ പുള്ളിയുടെ നേതൃത്വത്തിൽ തുടങ്ങി. അതിൽ ഒരുപാട് പ്രോഗ്രാംസ് നടത്തി. ഓണാഘോഷത്തിനൊക്കെ ഇപ്പൊ പ്രൊഫഷണൽ അല്ല, അന്ന് ഈ പറഞ്ഞ പോലെ ഒരുപാട് സ്റ്റേജ് ഈ ഒക്കേഷണൽ ഓണം ഇങ്ങനെയൊക്കെ ക്രിസ്മസ് ഇങ്ങനെയൊക്കെ വരുമ്പോഴുള്ള പ്രോഗ്രാംസ് നിറച്ച് നടത്തിയിട്ടുണ്ട്. നല്ല 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 ഫങ്ഷൻസ് ആയിരുന്നു. അന്ന് പാടിയതൊക്കെ ഞാന്, വേണു, ശ്രീനിവാസൻ, അരുന്ധതി, KS ബീന, ചിത്രയുടെ ചേച്ചി. അന്ന് ബീനയാണ് മെയിൻ സിംഗർ, ഫീമെയിൽ. ശരി. അന്ന് ചിത്ര വന്നിട്ടില്ല. 1975 മുതലുള്ള ആ കാലഘട്ടമാണ് ഞാൻ പറയുന്നത്. ശരി. അതൊരു കാലം. അത് കോളേജല്ലേ, നമ്മൾ അങ്ങനെ ഒരു പ്രൊഫഷണൽ ആവുന്നൊന്നും പ്രതീക്ഷിച്ചില്ല. ജീവിതത്തിന്റെ ഒരു ത്രില്ലടിക്കുന്ന ഒരു ടൈമാണ്. നല്ല സ്റ്റേജുകളായിരുന്നു പ്രോഗ്രാം. പിന്നെ അല്ലാതെ വെളിയിൽ ഇത്തിരി ഗാനമേളയ്ക്ക് വെളിയിൽ ഇഷ്ടം പങ്കെടുത്തിട്ടുണ്ടല്ലോ, ഒരുപാട് സ്റ്റേജ്. ഞാൻ മമ്മൂട്ടി സാറിന്റെ കൂടെ പോയിട്ടുണ്ട്. അല്ല, അതൊരു ജീവിതത്തിൽ ഒരു വലിയ പിന്നെ ധന്യമുഹൂർത്തം. സംശയമില്ല. 10-45 സ്റ്റാർസ് ഉണ്ടായിരുന്നു അന്നത്തെ മെയിൻ ആൾക്കാര്. മമ്മൂട്ടി, കൊച്ചിൻ ഹനീഫ, ഒരുപാട് പേരുണ്ടായിരുന്നു. എഴുത്തുകാർ കൈതപ്രം, ഒരുപാട് പേരുണ്ടായിരുന്നു. സിദ്ദിഖ്, ഇപ്പൊ പെട്ടെന്ന് എല്ലാവരുടെയും പേര്. അന്ന് ലക്ഷ്മി ഒരുപാടുണ്ടായിരുന്നു. ഗൾഫ് മുഴുവൻ ഒരുമിച്ച് നല്ലൊരു ഷോ ആയിരുന്നു. നല്ല ഷോകളായിരുന്നു. കുടുംബത്തിന്റെ പശ്ചാത്തലമൊക്കെ എങ്ങനെയാണ്? കുടുംബം, അച്ഛൻ FSC TC ട്രാവൻകൂർ കൊച്ചിൻ യൂണിവേഴ്സിറ്റിയിലായിരുന്നു. എറണാകുളത്തായിരുന്നു. ഞാൻ 1ാം ക്ലാസ് ഇങ്ങോട്ട് പറിച്ചാണ്. ഞാൻ വീട് ഇവിടെയാണ്, അമ്മയുടെ വീട്. എറണാകുളത്ത് ആയിരുന്നു അച്ഛന് ജോലി. അപ്പൊ TCC എന്ന് പറയും, ട്രാവൻകൂർ കൊച്ചിൻ കെമിക്കൽസ്. അതില് അച്ഛൻ ജോലിയായിരുന്നു. അത് കഴിഞ്ഞ് മൂത്ത ജ്യേഷ്ഠൻ FSCയിൽ ജോലിയായി. അപ്പൊ ഞാൻ 10ാം ക്ലാസ് ആയപ്പോ കറക്റ്റ് ആയിട്ട് അച്ഛൻ പെൻഷനായി, റിട്ടയർ ചെയ്തു. അപ്പോഴത്തേക്കും ഞങ്ങളിങ്ങനെ പോകും. അങ്ങനെയാണ് ഞാൻ പ്രീ ഡിഗ്രിക്ക് ഗവൺമെന്റ് ആർട്സ് കോളേജിൽ, തുടർന്ന് യൂണിവേഴ്സിറ്റി കോളേജിൽ ചേർന്നു. ഈ നമ്മുടെ ആർട്സ് കോളേജിൽ വെച്ചിട്ട് ഗാനരംഗത്ത് ആർട്സ് കോളേജിലൊന്നും ഞാനിങ്ങനെ എനിക്ക് ഇപ്പോഴും ഇപ്പൊ ഈ ഇങ്ങനെ ഇന്റർവ്യൂവിന് പോകുന്ന ഞാനങ്ങനെ ഒരു ഉൾവിളി പോലെ ഉൾവിളിയൊന്നുമല്ല. ഞാൻ പറഞ്ഞില്ലേ, ക്ലാസ്സിലിരുന്ന് മൂളിപ്പാട്ട് പാടുമ്പോ ഫ്രണ്ട്സ് കയറ്റി യൂണിവേഴ്സിറ്റി കോളേജിൽ സ്റ്റേജിൽ നിർബന്ധമായിട്ട് നിർത്തി പാടിയത്. ഒരു മൂളിപ്പാട്ടിൽ അന്ന് പാടിയത് രവിവർമ്മ ചിത്രത്തിൻ്റെ പ്രതിഭാവമോ രഞ്ജിനീര, നേരത്തെ പറഞ്ഞതോടെ ആ പാട്ടാണ് ആദ്യമായിട്ട് ഞാൻ യൂണിവേഴ്സിറ്റി കോളേജിൽ ഈ കോളേജിലെ ഫംഗ്ഷനൊക്കെ ഉണ്ടല്ലോ. പിന്നെ അവിടുന്ന് ഒടുവിലെന്ന് പറയുന്നില്ലെങ്കിലും അടുത്ത കാലത്ത് ഒരു അവസരം കിട്ടിയപ്പോ പാടാൻ പറ്റിയ പാട്ട് ഏതായിരുന്നു? സിനിമയിലൊന്നും ഞാൻ അടുത്ത കാലത്തൊന്നും ഇല്ല, എങ്കിലും നമ്മൾ ഒരു പൊതുരംഗത്ത് എന്നുള്ള നിലയിൽ അത് പാടാൻ സാധിച്ച പാട്ട് ദർശൻ രാമിന്റെ ഒരു യൂട്യൂബ് ചാനലുണ്ട്. അതിലാണ് ഞാനിപ്പോ ലാസ്റ്റ് ഒരു പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു ഇതെന്ന് പറഞ്ഞ പാടിയത് അതാണ്. ദർശൻ രാമിന്റെ നല്ല മെലഡി, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നല്ല മെലഡി ഉണ്ടാക്കുന്ന ആളാണ്. നമുക്ക് കേട്ടിരുന്ന ഒറ്റ പാട്ട് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ഒരു പാട്ടാണ് ഞാൻ ഇപ്പൊ ഈ പാട്ടാണ് ഹരിചന്ദനം തൊട്ട വാർമുടിയിൽ പറഞ്ഞ് ഒരു യൂട്യൂബിൽ കിടപ്പുണ്ട്. ആ പാട്ട് നല്ല പാട്ടാണ്. ഹരിചന്ദനം തൊട്ട വാർനെറ്റിയും ആനനം ചാർത്തേൽന. ഓണത്തിന്റെ കാലമാണ്. നമ്മുടെ ജീവിതത്തിൽ ഓർക്കാൻ പല പല ഓണവിശേഷങ്ങൾ ഉണ്ടായിരിക്കും. ഒരു ഓണത്തിന്റെ ഒരു ഓർമ്മ പറയാമോ? ഓണത്തിന് മെയിനായിട്ട് ഞാൻ ഇതൊക്കെ കഴിഞ്ഞ് പ്രൊഫഷണലായിട്ട് പ്രോഗ്രാമിന് പോയി കഴിഞ്ഞാൽ പിന്നെ ഓണത്തിനൊന്നും വീട്ടിലുണ്ടാകാറില്ല. ഹരിശ്രീ എന്ന് പറഞ്ഞ എറണാകുളത്തൊരു ട്രൂപ്പ് തുടങ്ങി. ഞാൻ ഈ കോളേജ് കഴിഞ്ഞ് കുറച്ചിങ്ങനെ പാടുന്നൊക്കെ അറിഞ്ഞപ്പോ PR മുരളി എന്ന് പറഞ്ഞൊരു ഫ്ലൂട്ട് വായിക്കുന്ന ഒരു വളരെ പ്രഗത്ഭനായിട്ടാണ്. ഇപ്പോഴും അയാൾ യൂട്യൂബ് ചാനലൊക്കെ നടന്ന നല്ലൊരു ഫ്ലൂട്ട് ആർട്ടിസ്റ്റാണ്. പുള്ളി എന്നെ നേരത്തെ ഈ ഇവിടെ ജോൺസൺ നൈറ്റ് ഒക്കെ ഞാൻ ഒരു 3-4 തൃശ്ശൂര്, കാലിക്കറ്റ്, തിരുവനന്തപുരം ഒക്കെ എറണാകുളത്ത് നടത്തിയിട്ടുണ്ട്. ജോൺസൺ ഫേമസ് ആവുന്നതിന് മുമ്പേ ഫേമസ് ആയി, പക്ഷെ ഈ വലിയൊരു ലെവലിൽ എത്തുന്നതിന് മുമ്പ് ഞാൻ ഒരുപാട് പ്രോഗ്രാംസിന് പാടിയിട്ടുണ്ട്. അങ്ങനെ ഈ മുരളി വായിച്ചപ്പോൾ മുരളിക്ക് എന്നെ അറിയാം. മുരളിയും TS രാധാകൃഷ്ണൻ ഇപ്പൊ ഈ ഭക്തിഗാനം ഒരുപാട് ചെയ്യുന്ന ഒരു എറണാകുളത്തുള്ള. അപ്പൊ രാധാകൃഷ്ണനും മുരളിയെല്ലാം കൂടി അവരൊരു ഗ്രൂപ്പ്, KV പ്രസാദ് എന്ന് പറഞ്ഞ മൃദംഗം വായിക്കുന്ന ഒരാൾ, ഇവരെല്ലാരും കൂടി ചേർന്നിട്ട് ഇങ്ങനെ മെയിനായിട്ട് പാടാൻ എന്നെ വിളിച്ചു. ഹരിശ്രീ എന്ന് പറഞ്ഞ ഒരു ട്രൂപ്പ്, GS ഹരീന്ദ്രൻ തുടങ്ങിയ ആൾ, അത് മരിച്ചുപോയി.
അപ്പൊ അങ്ങനെ അപ്പൊ അപ്പോഴത്തേക്ക് അങ്ങ് ഫുൾ സ്വിംഗിലായി. പിന്നെ എറണാകുളത്താണ് ഈ ഓണം ഇങ്ങനെ മെയിൻ ഇത് വരുമ്പോഴത്തേക്ക് മെയിൻ ആയിട്ട് എറണാകുളത്താണ്. കുറെ നാൾ ഞാൻ തിരുവനന്തപുരത്ത് നിന്ന് മാറി എറണാകുളത്ത് തന്നെ പോയി. എറണാകുളം എന്ന് പറഞ്ഞാൽ എനിക്കൊരു വേറൊരു അറ്റാച്ച്മെന്റ് ഉള്ളതാണ്. കൊച്ചിലെ ഞാൻ വളർന്നത് എറണാകുളമാണ്. ഈ പ്രോഗ്രാംസ് മുഴുവൻ എറണാകുളം. പിന്നെ ഈ ഹരിശ്രീ തന്നെ ഞാൻ ഗൾഫിലൊക്കെ ഒരുപാട് പ്രോഗ്രാംസ് നടത്തിയിട്ടുണ്ട്. ഓൾ ഇന്ത്യ ടൂറുകൾ പോയിട്ടുണ്ട്. ഹരിശ്രീ നല്ലൊരു ട്രൂപ്പായിരുന്നു. കലാഭവൻ എറണാകുളം അതിലൊക്കെ ഞങ്ങള് ഹരിശ്രീ തുടങ്ങി ഗാനമേളയാണ് ആദ്യം തുടങ്ങിയത് ട്രൂപ്പ്. അത് കഴിഞ്ഞിട്ട് ഇവര് മിമിക്സ് പീരീഡ് തുടങ്ങി. അതിലാണ് NF വർഗീസ് ഉണ്ടായിരുന്നു, ലാല്, സിദ്ദിഖ് ലാല്, ഇങ്ങനെ നമുക്ക് നല്ല സുഹൃത്തുക്കളെ ഉണ്ടാക്കാൻ ആ കാലത്ത്. പക്ഷെ അന്ന് ഇവരൊന്നും ഇങ്ങനെ സിനിമയിൽ ഒന്നും അവർ ആലോചിച്ചിട്ട് പോലും ഇല്ല. ഞങ്ങൾ ഒരുമിച്ച് ആലോചിക്കാത്ത സമയത്താണ് നമ്മൾ ഈ തരത്തിലുള്ള ഗാനമേളയുമായിട്ട് ഇവരൊക്കെ ആയിട്ട് വലിയ അടുപ്പമായിരുന്നു. ലാലും മരിച്ചുപോയ സിദ്ദിഖ് നടൻ, മിമിക്രി ആർട്ടിസ്റ്റ് ആയിരുന്നു. അത് കഴിഞ്ഞ സംവിധായകനും വലിയ ആയല്ലോ അദ്ദേഹമൊക്കെ ആയിട്ട്. വീട്ടിൽ ഓണം ആഘോഷിക്കാറുണ്ടോ? ഇപ്പൊ ഓണം ആഘോഷിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ കുടുംബമായിട്ട് എല്ലാവർക്കും ഒരുമിച്ചിരിക്കാനും ഒരുമിച്ച് കൂടാനും ഒക്കെ സാധിക്കുന്നുണ്ടോ? എന്റെ എനിക്കൊരു മകളാണ്, അവള് UK-യിലാണ്. അപ്പൊ ഇപ്പൊ എനിക്ക് ഒരു ആക്സിഡന്റ് കഴിഞ്ഞുകൊണ്ട് ഇപ്പൊ ഓണത്തിനൊന്നും വരില്ല. അപ്പൊ ഇപ്പൊ വന്നിട്ട് പോയേ ഉള്ളൂ. അപ്പൊ ആഘോഷം അവളുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു ഔട്ടിങ്ങിന് പോവുകയൊക്കെ ചെയ്യും. അല്ലാതെ ഞങ്ങൾ രണ്ടുപേരും ഈ പറഞ്ഞതുപോലെ എന്താ ചെയ്യാ, കുറച്ച് പായസം എന്തെങ്കിലും ഉണ്ടാക്കും. ശരി, അത് തന്നെയാണ് ജീവിതം എന്ന് പറയുന്നത്. സന്തോഷമാണ്. സന്തോഷം ജീവിതത്തിൽ എപ്പോഴും വളരെ സന്തോഷം ഉണ്ടാവട്ടെ. എല്ലാവിധത്തിലുള്ള ഓണാശംസകൾ നേരുന്നു. വീണ്ടും വീണ്ടും പ്രായമായി എന്ന് ചിന്തിക്കാതെ തന്നെ കൂടുതൽ പാടാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. എല്ലാം ദൈവാനുഗ്രഹം. എല്ലാവർക്കും ഓണാശംസകൾ. എല്ലാവർക്കും നിങ്ങളുടെ ചാനൽ എല്ലാവർക്കും വളരെ സന്തോഷം.